ഹായ് എവരി വൺ, ഐ എം ഡോക്ടർ ഹസൻ ജവഹർ, യുവർ ഹോമിയോപ്പതിക് സൈക്യാട്രിസ്റ്റ്. ഇന്ന് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റിലേഷൻഷിപ്പ് ആംബിവാലൻസിനെ പറ്റിയാണ്. അതായത് നിക്കപ്പുറതി ഇല്ലാത്ത റിലേഷൻഷിപ്പ്, നിൽക്കാനും വയ്യ പോകാനും വയ്യ, റിലേഷൻഷിപ്പ് വേണം താനും വേണ്ട താനും. അതിങ്ങനെ നമ്മളെ മനസ്സെപ്പോഴും ഒരു തുലനം ചെയ്തുകൊണ്ടിരിക്കും. ഇത് വേണോ, എനിക്ക് വേണ്ടേ, ഇതിലെന്തെല്ലാം ബെനിഫിറ്റ് ഉണ്ട്, ഇതിലെന്തെല്ലാം ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, ഈ സ്വഭാവമൊക്കെ അക്സെപ്റ്റബിൾ ആണോ, ഈ സ്വഭാവം വളരെ സ്വീറ്റാണല്ലോ, ഇങ്ങനെ രണ്ടും നമ്മളുടെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്, ഞാൻ പണ്ട് എനിക്ക് തോന്നുന്നൊരു 8 വർഷം മുമ്പ് ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ റേഡിയോ മാംഗോയിൽ ഒരു ജോക്കിക്ക് ഒരു ആൾ ഫോൺ വിളിച്ചിട്ട് ഒരു പെൺകുട്ടി സംസാരിക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടി സംസാരിക്കുന്നത് വളരെ സൂപ്പറായിട്ട് എനിക്ക് തോന്നിയത്. അതായത് ഈ പെൺകുട്ടി വിളിച്ച് സംസാരിക്കുന്നത്, ഞാനിപ്പോൾ ഒരു IT പ്രൊഫഷണലാണ്, അപ്പോൾ ഞാനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഇവർ ഈ രാത്രി 8 മണി 9 മണിക്കൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ജോക്കിയെ വിളിക്കുന്നത്. അപ്പോൾ ഇവർ വിളിച്ചിട്ട് പറയുന്നത്, എനിക്കിങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, 4-5 വർഷത്തെ റിലേഷൻഷിപ്പ് ആയിരുന്നു, പക്ഷെ അവന് ഞാൻ തേച്ചു. ആൾ പറയാണ്, ഞാൻ അയാളെ തേച്ചു. വളരെ സധൈര്യം പറയാം. അപ്പം ഞങ്ങളും ക്യൂരിയസ് ആയി, അതിങ്ങനെ തേച്ചു എന്ന് പറയാം, തേക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കാം, പക്ഷേ അതിങ്ങനെ ധൈര്യസമേതം വലിയ ഗർവായിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ ആൾ പറയുന്നൊരു കാര്യം കേട്ടപ്പോൾ എനിക്ക് വളരെ കൃത്യമായിട്ട് തോന്നി. ആൾ പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ ആൾക്ക് കുറേ സമയം കൊടുത്തു. ഞാനും അവനും ഒരേ കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചതാണ്. അന്ന് തുടങ്ങിയ റിലേഷൻഷിപ്പാണ്. ഞാൻ പഠിച്ച് അത് കഴിഞ്ഞ് PG എടുത്ത് ഞാൻ നല്ലൊരു ജോലി വാങ്ങിയപ്പോൾ ഞാൻ നല്ല ഉഷാറായിട്ടുള്ളൊരു പോസ്റ്റിലെത്തി. ആളിപ്പോഴും അവിടെ തന്നെ ഇരിക്കുക, ഡിഗ്രി പൂർത്തിയാക്കിയിട്ടില്ല, അടുത്തതൊന്നും ചെയ്തിട്ടില്ല, പുതിയ എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ടില്ല. ഞാൻ അവരെ കെയർ ചെയ്യണം എന്നുള്ള രൂപത്തിലാണ് ആൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്ന റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുമോ? ശരിക്കും പറഞ്ഞാൽ അത് ഇന്ന് നമ്മൾ ഈ ഹാപ്പി എൻഡിങ് പോലെ സിനിമയിലൊക്കെ കാണുന്ന പോലെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു 2-3 വർഷം കഴിയുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്താവും? അങ്ങനെ നഷ്ടപ്പെടാൻ വേണ്ടി, നഷ്ടബോധം ഒന്നുകൂടി വലുതാവാൻ വേണ്ടി നമ്മൾ ആ റിലേഷൻഷിപ്പിൽ നിൽക്കണോ? ആ കുട്ടി ചെയ്തത് എത്ര കറക്റ്റാണ്, എത്ര സെൻസിബിളാണ്, എനിക്ക് അവൻ ആപ്റ്റല്ല, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത്രയൊക്കെ സ്ട്രക്ചർഡായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് എൻ്റെ ജീവിതം ബിൽഡ് ചെയ്ത് വന്നു, അവൻ അതിനുവേണ്ടി ഞാൻ ഒരുപാട് സമയം കൊടുത്തു, അവനെ ഞാൻ അഡ്വൈസ് ചെയ്തു, പക്ഷെ അവന് റെസിപ്രോക്കേറ്റ് ചെയ്തില്ല. അവൻ്റെ ഭാഗത്തു നിന്ന് അവനൊന്നും അതിനു വേണ്ടി എഫേർട്ട് ഇട്ടില്ല. അങ്ങനെ ഇടാതെ വന്നപ്പോൾ പിന്നെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ടൈം കൊടുത്തിട്ടും നടന്നിട്ടില്ലെങ്കിൽ അപ്പോൾ പിന്നെ തേക്കാനേ പറ്റൂ. അത് തേപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. ചില പോസിറ്റീവ് തേപ്പുകൾ ആവശ്യമാണ്. നമ്മളുടെ ഫാസിലിൻ്റെ സിനിമയിൽ അത് പറയുന്നുണ്ടല്ലോ, എന്താണ് പേര്, ഞാൻ മറന്നുപോയി. അപ്പം ഇതുപോലുള്ള കാര്യങ്ങളാണ് ഈ റിലേഷൻഷിപ്പ് ആംബിവാലൻസിൽ ആളുകളെ കൺഫ്യൂഷനിലാക്കുന്ന ഒരു സ്റ്റേറ്റാണിത്. അപ്പം നമ്മളെ നല്ലോണം സ്നേഹിക്കുന്ന പൊസസീവായിട്ടുള്ള ഒരു കാമുകൻ അല്ലെങ്കിൽ ഒരു കാമുകി, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തായാലും ഉണ്ടാവും. ഒരാൾ പൊസസീവായിട്ട് ഓവറായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനെന്തായാലും ഒരു മറുവശം ഉണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കട്ടെ, ഈ ഭൂമിയിൽ എന്തൊരു കാര്യത്തിനും നിങ്ങൾക്ക് കുറേ പൈസ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ചിലവുകളും അതിനുള്ള ഒരുപാട് നിങ്ങൾ ചിലവഴിക്കേണ്ട സാഹചര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അതിൽ നിങ്ങൾ ചിലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് നല്ല രൂപത്തിലെങ്കിൽ അത് ദൈവം വീണ്ടും വർദ്ധിപ്പിച്ച് തരും. നേരെ മറിച്ച് നിങ്ങൾ അതിലൊക്കെ പിശുക്ക് കാണിച്ച് അതിൽ നിന്നൊക്കെ പിന്മാറി അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഉൾവലിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ സമ്പാദ്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അതൊക്കെ യൂഷ്വലി സംഭവിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ സ്പൈഡർമാനിൽ പറയുന്നുണ്ടല്ലോ, വിത്ത് പവർ കംസ് റെസ്പോൺസിബിലിറ്റി. നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്വം നമുക്ക് കൂടും. അപ്പോൾ ഏതൊരു കാര്യത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ആണ്, ഒരു വശവും മറുവശമുണ്ട്. അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ചെയ്തിട്ട് നമുക്ക് പോകാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കണം. അതിന് പലപ്പോഴും ഒരു സ്ഥലത്ത് അങ്ങോട്ട് ഇരുന്നിട്ട് ഒരു അരമണിക്കൂർ ആലോചിച്ചിട്ടൊരു തീരുമാനിക്കലല്ല ചിലപ്പോൾ ആവശ്യം ഉണ്ടാവുക. നമ്മളതിന് ചിലപ്പോൾ ഇത്തിരി ഇട കൊടുക്കേണ്ടി വരും. ഒരു 3 months ടൈം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു 6 months ടൈം കൊടുക്കേണ്ടി വരും. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ കോണ്ടാക്റ്റിൽ തുടരേണ്ടി വരും, ചിലപ്പോൾ കോണ്ടാക്റ്റ് ഇല്ലാതെ തുടരേണ്ടി വരും. എന്നിട്ട് ഇത് ശരിക്കും എനിക്ക് വേണോ എന്ന് അസസ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരേ റിലേഷൻഷിപ്പിൽ തന്നെ രണ്ടറ്റത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരേ ഫീലിംഗ് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നമ്മൾ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എത്രയോ ആളുകളുണ്ട്, 5 വർഷം പ്രേമിച്ചു ഡോക്ടറെ, കല്യാണം കഴിച്ച് 2 വർഷമായിട്ടേ ഉള്ളൂ, ഇപ്പോൾ ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം എന്ന് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനായിരിക്കും 5 വർഷങ്ങൾ പ്രേമിച്ച
ജീവിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു കുഴപ്പമൊന്നും തോന്നിയിരുന്നില്ലായിരുന്നു. അപ്പോൾ കുഴപ്പങ്ങളൊന്നും തോന്നിയിരുന്നില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ ക്ഷമിക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. കാരണം എന്താണ്? നമുക്ക് ആളെ കിട്ടിയിട്ടില്ല. ആളെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മാത്രമല്ല, മനുഷ്യന്മാരുടെ എല്ലാവരുടെയും സ്വഭാവം അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ നിങ്ങൾ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി ആലോചിച്ചാൽ കുറച്ചുകൂടി നിങ്ങളിപ്പം ഭയങ്കര ആശിച്ച് ഒരു വണ്ടി മേടിച്ചു, അല്ലെങ്കിൽ ഒരു വാച്ച് മേടിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഫോൺ മേടിച്ചു. അതിൻ്റെ പുതുമ എത്ര ദിവസം ഉണ്ടാവും? അത് കഴിയുമ്പോൾ പഴകുന്നില്ലേ? പിന്നെ നിങ്ങൾ വെറുതെ ഒന്ന് ടേബിളിൽ വെക്കാൻ പോലും മടിച്ചിരുന്ന ഫോണ് നിങ്ങൾ ചിലപ്പോൾ ടേബിളിലേക്ക് എറിയും. അപ്പോൾ എന്നതുപോലെ ഏതൊരു സംഗതിയിലും ഈ മടുപ്പ് എന്ന് പറയുന്ന കാര്യം വരും. ആ മടുപ്പിന് ശേഷവും തമ്മിൽ ഇഷ്ടപ്പെടാൻ കഴിയുക, തമ്മിൽ മനസ്സിലാക്കാൻ കഴിയുക, ഒരു പാർട്ട്ണർ ഇരിക്കാൻ കഴിയുക, അങ്ങനെ ജീവിതം മുന്നോട്ട് വെച്ചടി മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയുക. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടു പേർക്കും ഗ്രോ ചെയ്യാനുള്ള സ്പേസ് വേണം. ഹസ്ബൻഡിനാണെങ്കിലും വൈഫിനാണെങ്കിലും അവർക്ക് ഗ്രോ ചെയ്യാനുള്ള സ്പേസ് ഇല്ലാത്തൊരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അതെന്തായാലും പൊട്ടിയും തട്ടിയും ചീഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുള്ളൂ. അപ്പം നമ്മളുടെ ഭാര്യയുടെ ക്യാരക്ടർ മനസ്സിലാക്കുകയും അവർക്ക് ഗ്രോ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയും അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കാത്തതാക്കി മാറ്റുകയും അതിന് അവരെ നമുക്ക് അവബോധം കൊടുക്കുകയൊക്കെ ചെയ്താൽ അത് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയും. അതേപോലെ തന്നെയാണ് കേട്ടോ തിരിച്ചും. ഇത് ഭാര്യമാർക്ക് മാത്രമല്ല, ഈ ബോയ്സിനും അല്ലെങ്കിൽ മെയിൽസിനും ബാധകമാണ്. കാരണം എന്നോട് ഒരുപാട് ആൾക്കാർ ആണുങ്ങൾ പറയുന്ന ഒരു കംപ്ലൈൻ്റാണ്, നമ്മൾ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ ഓടുന്നത്, നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ഷീണിച്ച് ഇവർക്ക് വേണ്ടിയിട്ടല്ലേ ഈ പണിയെടുക്കുന്നത്, എന്നിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളോട് കംപ്ലൈൻറ്റേ പറയാനുള്ളൂ. ഓൾക്ക് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും വീഡിയോയിലും ഇതിലൊക്കെ കാണുന്ന മാതിരി അങ്ങോട്ട് പോകണം, ടൂർ വേണം, ചായ വേണം, വൈബ് വേണം, അത് വേണം, ഇത് വേണം. അപ്പോൾ ഞാനിവരോടൊക്കെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവർ പറയുന്നതിൽ തെറ്റുണ്ടോ? ഇവർ വീട്ടിൽ രാവിലെ തൊട്ട് നിങ്ങൾ ഈ പുറത്ത് കറങ്ങി നടക്കുന്ന സമയം മുഴുവൻ ഇവർ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. ഈ വീട്ടിലിരുന്നിട്ട് ഇവരാലോചിക്കുന്നത് നിങ്ങളെ പറ്റിയാണ്. എന്നിട്ട് നിങ്ങളോടൊപ്പം ഇത്തിരി സമയം കിട്ടണം, പുറത്ത് പോകണം, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെയാണ് ഇവർ വിചാരിക്കുന്നത്. നിങ്ങളത് കേൾക്കുമ്പോൾ നേരെ അതിനെ നെഗറ്റീവായിട്ട്, ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വന്നതല്ലേ, എനിക്ക് ഇനി റെസ്റ്റ് അല്ലേ വേണ്ടത്, ഈ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അവരോട് ചൂടാകുന്നാൽ എങ്ങനെ ഉണ്ടാവും? നേരെ മറിച്ചും, അതായത് ഹസ്ബൻഡിന് ഇമോഷണലി അല്ലെങ്കിൽ ഫാമിലിയലായിട്ട് അവൈലബിൾ ആവാത്ത ഭാര്യമാരുണ്ടെങ്കിൽ അവരുടെ ജോലി തിരക്ക് കാരണം ഇതിനൊന്നും ഹസ്ബൻഡിന് എനിക്ക് അവൈലബിൾ ആവാൻ കഴിയുന്നില്ല, എന്നിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് എന്തെങ്കിലും നമ്മളെ അടുത്ത് വേണ്ടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടാലോ മറ്റു കാര്യങ്ങൾ കണ്ടാലോ അതിൽ ദേഷ്യം പിടിക്കുന്നതൊക്കെ പോസസീവ് ആക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ ആവുന്നതിൽ എന്താ ഒരു അർത്ഥം? അതിന് പകരം നിങ്ങൾ അതിലൊരു ബാലൻസ് കണ്ടെത്താൻ പഠിക്കണം. നമ്മൾ ഈ ബിസിനസ്സിൻ്റെ പിന്നാലെ നിങ്ങൾ എഫേർട്ട് ഇടുമ്പോൾ ബിസിനസ് വളരും. നിങ്ങൾ വൈഫിൻ്റെ പിന്നാലെ പോയി അതിൽ എഫേർട്ട് ഇട്ടാൽ അത് വളരും. നിങ്ങൾ മക്കളിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്താൽ മക്കൾ മെച്ചപ്പെടും. ഇങ്ങനെ എന്തിലാണോ നിങ്ങൾ എഫേർട്ടും ടൈമും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതാണ് പുഷ്ടിച്ച് വരിക. അപ്പം അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു റിലേഷൻഷിപ്പിൽ രണ്ടു പേർക്കും വളരാനുള്ള സമയവും ഇടമൊക്കെ കൊടുക്കുകയും അതിൻ്റെ കൂടെ തന്നെ രണ്ടു പേർക്കും അവൈലബിലിറ്റി ഉണ്ടാവുകയും ക്വാളിറ്റി ആയിട്ടുള്ള ടൈം തമ്മിൽ സ്പെൻഡ് ചെയ്യാൻ കഴിയുകയൊക്കെ ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ചില സംഗതികൾ ചിലപ്പോൾ കഴിയില്ല. ഞാൻ പറഞ്ഞില്ല, ഓരോ മനുഷ്യർക്കും ഓരോ ഇൻഡിവിജ്വാലിറ്റിയാണ്. ചിലർക്ക് ചിലത് സഹിക്കാൻ കഴിയും, ചിലർക്ക് ചിലത് സഹിക്കാൻ കഴിയില്ല. ചിലർക്ക് രണ്ടെണ്ണം കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല, വർത്തമാനത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ സഹിക്കാൻ കഴിയില്ല. ചിലർക്ക് വർത്താനം എത്ര പറഞ്ഞാലും കുഴപ്പമില്ല, രണ്ടെണ്ണം കിട്ടുന്നത് സഹിക്കാൻ കഴിയില്ല. ഇങ്ങനെ പല രൂപത്തിലാണ് മനുഷ്യരുള്ളത്. അപ്പം നമ്മളുടെ പാർട്ട്ണർ എന്താണ്, നമ്മളുടെ റിലേഷൻഷിപ്പിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ദീർഘകാലത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ നമ്മൾ നോക്കുക. അതിന് നമുക്ക് ക്ലാരിറ്റി വരുത്തുക. അത് നമ്മൾ തുറന്ന് സംസാരിക്കുക. ഇന്നത്തെ ഏജിൽ അങ്ങനെയാണല്ലോ. അപ്പം അധികം നടക്കുന്ന ഡിവോഴ്സുകളെല്ലാം പണ്ടത്തെ പോലെ കേസും പ്രശ്നങ്ങളൊക്കെ മറ്റുള്ള ലാഭങ്ങൾക്ക് വേണ്ടി കൊടുക്കുക എന്നല്ലാതെ അധികം ആളുകൾ ഇപ്പോൾ ചെയ്യുന്നത്, അത്യാവശ്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ മ്യൂച്വൽ ഡിവോഴ്സ് ആയിരിക്കും. അതായത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയുന്നില്ല, നമുക്ക് പിരിഞ്ഞ് ജീവിക്കാം എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതിൽ ആ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നതിന് മുമ്പേ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പുണ്ടാക്കിയിട്ട് നിങ്ങൾ മക്കളൊക്കെ വരികയാണെങ്കിൽ
മിനിമം ആ പിള്ളേർ അതിൽ നിന്ന് രക്ഷപ്പെടും. അല്ലെങ്കിൽ എപ്പോഴും ഇതിൽ കരുവാക്കപ്പെടുന്നത് പിള്ളേരായിരിക്കും. എത്രയോ ആളുകൾ അങ്ങനെ ഉണ്ട്. ആ പിള്ളേരെ മുഖം കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം. അപ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും എത്ര ഒട്ടിയാലും ഒട്ടാത്ത ആൾക്കാരാണെങ്കിലും നമ്മളൊന്നുകൂടി ശ്രമിച്ച് നോക്കും നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുമോ എന്നുള്ളത്. കാരണം വെച്ചാൽ അവർക്ക് പിന്നെ ഒരു ഫുൾ ലൈഫ് എന്ന് പറയുന്നത് ഇല്ല. അവൾക്ക് പിന്നെ ഒരു പാരൻ്റ് എന്ന് പറയുന്നത് ഒരു പാരൻ്റായി മാറി. പാരൻസ് എന്ന് പറയുന്ന സംഗതി ഇല്ലാതായി മാറി. അത് വലിയൊരു പ്രശ്നമല്ലേ? അപ്പം അത് നിങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കണം. അങ്ങനെ റിലേഷൻഷിപ്പ് ആംബിവാലൻസ് ഉണ്ടാവാൻ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ഈ റിലേഷൻഷിപ്പ് ആംബിവാലൻസ് എന്ന് പറഞ്ഞാൽ ഈ നിക്കപ്പുറതില്ലാത്ത അവസ്ഥ അനുഭവിക്കുന്ന ആൾക്ക് ഒരു ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതുണ്ടാവാം. അയാൾക്കൊരു ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അതുണ്ടാവാം. നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ ഒരു നാർസിസിസ്റ്റിക് ബിഹേവിയർ ഉള്ള പേഴ്സണാലിറ്റി ഉള്ള ആളാണെങ്കിൽ അതുണ്ടാവാം. ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്കതിൽ ക്ലാരിറ്റി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിൻ്റെയോ ഒക്കെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ കാര്യം ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പിക്ചർ ക്ലിയറായി വരും. ക്ലിയറായി വരുന്ന പിക്ചറിൽ നിങ്ങൾക്ക് എന്താണോ റിസൾട്ട് കിട്ടുന്നത് അത് ആ തീരുമാനം എടുക്കാനുള്ള ധൈര്യം കാണിക്കണം. ആ ധൈര്യങ്ങൾ കാണിച്ചാൽ അന്ന് തൊട്ടെങ്കിലും നിങ്ങളെ ലൈഫ് നന്നാവും. നിങ്ങൾ ആ ധൈര്യം കാണിച്ചിട്ടില്ലെങ്കിൽ ലൈഫ് പിന്നെ ഇങ്ങനെ ചീഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോയി അവസാനം ഇവഞ്ച്വലി ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ എത്തുകയും ചെയ്യും. അപ്പോൾ ധൈര്യം നേരത്തെ കാണിക്കുക, ലൈഫ് ആസ്വദിക്കുക. ടൈം കുറച്ചേ ഉള്ളൂ. സൈനിങ് ഓഫ്.